ശ്രീ ടി ജി മോഹൻദാസ്, ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന് പണം നൽകിയതിൽ 10,000 മലയാളി അക്കൗണ്ടുകളാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. 13,000 അക്കൗണ്ടുകളാണ് ആകെ. അതിൽ 10,000 മലയാളി അക്കൗണ്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് പണം എത്തിയത് എന്നാണ് വ്യക്തമാകുന്നതും. താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ സംഭവം കണ്ടെത്തിയിട്ട് നാളെ കുറെ ആയി. വാർത്ത ഇപ്പൊ പുറത്തു വന്നേ ഉള്ളൂ. ഇത് പുറത്തു വരുന്നത് വാസ്തവത്തിൽ സിദ്ദിഖാപ്പൻ അറസ്റ്റിലായപ്പോഴാണ്. സിദ്ദിഖാപ്പൻ ഈ പറയുന്ന പോലെ അന്താരാഷ്ട്ര പത്രപ്രവർത്തകന് പറഞ്ഞതൊന്നുമല്ല. പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു ഒന്നാം തരം പ്രവർത്തകൻ. അപ്പൊ സിദ്ദിഖാപ്പനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് സിദ്ദിഖാപ്പൻ പറഞ്ഞ ഒരു പേരായിരുന്നു റൌഫ് ഷെരീഫ് എന്നാണ് അയാളുടെ പേര്. കേരളത്തിലാണ് അയാള് വെളുപ്പിനെ ഗൾഫിൽ പോകുന്നതിനായിട്ട് തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നപ്പോഴാണ് അറസ്റ്റിലാകുന്നത്. അവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം. അപ്പൊ അത് അന്വേഷിച്ച് പോയിട്ടാണ് ഇത്രയധികം അക്കൗണ്ടുകളിൽ നിന്ന് പൈസ വന്നിട്ടുണ്ട്. കാരണം പോപ്പുലർ ഫ്രണ്ട് ചെയ്തുകൊണ്ടിരുന്നത് വലിയ പണക്കാരുടെ കയ്യിൽ നിന്ന് 1 കോടി 2 കോടി രൂപ വാങ്ങുക എന്നുള്ളതല്ല. കാരണം അത്തരം ട്രാൻസാക്ഷൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പെട്ടെന്ന് ശ്രദ്ധിക്കും. ഇത് 10,000 അക്കൗണ്ടിൽ നിന്ന് 10,000 രൂപ 20,000 രൂപയൊക്കെ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ റിസർവ് ബാങ്കിന്റെ സോഫ്റ്റ്വെയറിൽ അത് വലിയൊരു കാര്യമൊന്നുമല്ല. 20,000 രൂപ ഗൾഫിലെ ഒരാൾ മറ്റൊരാൾക്ക് കൊടുത്തിരിക്കുന്നു. കറസ്പോണ്ടിങ്ലി ഇവിടെയും പോപ്പുലർ ഫണ്ടിന്റെ സിംഗിൾ അക്കൗണ്ട് അല്ല, ഒരുപാട് പേരുടെ അക്കൗണ്ടിലേക്കാണ് ഈ പൈസ വരുന്നത്. അത് സമാഹരിച്ചിട്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ കയ്യിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ സാധാരണ സംഘടനകൾ പ്രവർത്തിക്കുന്ന പോലെ സംഘടനയുടെ പേരിൽ പുറത്തുനിന്ന് സംഭാവന വാങ്ങുക, അത് ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് ചെറിയ തുക സംഭാവന വാങ്ങുക, അതല്ല ഇവർ ചെയ്തത്. ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് ഒരുപാട് പേർക്കായിട്ട് പൈസ പോകും. ആ ഒരുപാട് പേര് കേരളത്തിലുള്ളവരാണ്. അവരുടെ കയ്യിൽ നിന്ന് ഈ പൈസ പോപ്പുലർ ഫണ്ട് സമാഹരിക്കും. ഇതായിരുന്നു അവരുടെ ടെക്നിക്ക്. അത് റിസർവ് ബാങ്കിന്റെ മോണിറ്ററിംഗിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ബാങ്കുകൾ ഒരു 20 ലക്ഷത്തിൽ താഴെയുള്ള എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കുകളുടെ സോഫ്റ്റ്വെയർ അനുസരിച്ച് ദാറ്റ് ഈസ് എ നോർമൽ ട്രാൻസ്ഫർ എന്നാണ് വയ്ക്കുന്നത്. ജോലി ചെയ്യുന്ന ആള് അയാൾ സമ്പാദിച്ച പൈസ അയാൾ നാട്ടിലേക്ക് അയക്കുന്നു. ഇതാണ് അതിന്റെ ഒരു പ്രിസംഷൻ. അപ്പൊ 10,000 പേര് 10,000 രൂപ വെച്ച് അയച്ചു കഴിഞ്ഞാൽ എത്ര കോടി രൂപയാണെന്ന് ആലോചിച്ച് നോക്കി. 10,000 പേര് അയക്കുന്നത് 10, 25, 1 ലക്ഷം ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇതൊന്നും റിസർവ് ബാങ്കിന്റെ ശ്രദ്ധയിൽപ്പെടില്ല പെട്ടെന്ന്. ഈ റൌഫ് ഷെരീഫിനെ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ മെത്തഡോളജി മനസ്സിലായതും അതേ തുടർന്നാണ് ഇത്രയധികം പേരെ ട്രേസ് ചെയ്തിരിക്കുന്നത്. ഇനി അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് NIA തീരുമാനിക്കും. അതെ, വളരെ നന്ദി ശ്രീ ടി ജി മോഹൻദാസ് പ്രതികരിച്ചതിന്.